പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുക. ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുന്നതിന് വളരെയേറെ പ്രസിദ്ധനും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ കർത്താവിന്റെ ദാസൻ ലഫ്റ്റനന്റ് കേണൽ VI ലൂക്ക് സാറാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. പ്രിയ സാറ് തന്റെ ജീവിതാനുഭവവും സാക്ഷ്യവും നമ്മോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് ഏവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കേൾക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അനുഗ്രഹമായി തീരും, നിങ്ങളെ അത് സ്വാധീനിക്കുവാനിടയായി തീരും, ദൈവനാമം അത് മഹിമപ്പെടുവാനിടയായി തീരും. ആകയാൽ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ സാക്ഷ്യം നിങ്ങൾ കേൾക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസൻ ബഹുമാനപ്പെട്ട ലഫ്റ്റനന്റ് കേണൽ VI ലൂക്ക് സാറിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് സാറേ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ് പാസ്റ്റർ ഡാനിയൽ ജോൺ. പ്രൈസ് ലോർഡ്. സാറിനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. സാർ ഒന്ന് പരിചയപ്പെടുത്താമോ? സാർ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? പാസ്റ്ററുമായിട്ട് ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ സംസാരിക്കുവാനും പരിചയപ്പെടുവാനും ഒക്കെ ദൈവം സഹായിച്ചതിന് ആദ്യമായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇത് ദൈവത്താൽ സംഭവിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാര്യം പാസ്റ്റർ ഡാനിയൽ ജോൺ ആയിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ദമൻ ആൻഡ് ഡ്യൂവിലാണ്. ഞാൻ ഇവിടെ കുമ്പനാട്ടായിരിക്കുന്നു. ഇന്ത്യൻ പെന്റക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലായിരിക്കുകയാണ്. ഞാൻ ജനറൽ കൗൺസിലിലെ മെമ്പറുമാണ്. മാത്രമല്ല സഭ സംബന്ധിച്ചുള്ള ചുമതലകളൊക്കെ ഉണ്ട്. അതിനേക്കാട്ടുപരിയായി ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനറി എന്ന് പറഞ്ഞ ഈ സ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റ് ഡെവലപ്മെന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. എൻ്റെ ഭാര്യയുടെ പേര് മിസ്സസ് സ്റ്റാർല ലൂക്ക്. ആൻഡ് സ്റ്റാർലയും ഞാനും രണ്ടുപേരും ഈ ചുമതലയേറ്റ് കർത്താവിന്റെ വേല ചെയ്യുന്നു. ഷീ ഈസ് ദ വൈസ് പ്രസിഡന്റ് അഡ്മിനിസ്ട്രേഷൻ, ഞാൻ വൈസ് പ്രസിഡന്റ് ഡെവലപ്മെന്റ്. ഇത്രയേ ഉള്ളൂ. പിന്നെ വീട്ടിൽ ഞങ്ങള് ഭാര്യയും ഭർത്താവ് തന്നെയാണ്. ഞാൻ പ്രിയപ്പെട്ട സ്റ്റാർലയെ സ്നേഹിക്കുന്നു, അതുപോലെ സ്റ്റാർലയും എന്നെ സ്നേഹിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഒത്തുചേർന്ന് കർത്താവിന്റെ വേലയിൽ ചുമല് കൊടുക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന സമയത്തൊക്കെ അനേകർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുന്നു. അങ്ങനെ പല പല മിനിസ്ട്രിയിലായിരിക്കുന്നു. അങ്ങനെ വടക്കേന്ത്യയിലുള്ള മിനിസ്ട്രിയിലും നമുക്ക് പങ്കുണ്ട്. കാര്യം ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനറി മാത്രമല്ല, പഞ്ചാബ് ബൈബിൾ കോളേജ് ഉണ്ട് ലുധിയാനയില്. അതുപോലെ ഒഡീഷയില് അവിടുത്തെ മിനിസ്ട്രിയിലും അവിടുത്തെ ഒഡീഷ ബൈബിൾ ട്രെയിനിങ് സെന്റർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഭുവനേശ്വറിലാണ്. പിന്നെ ഗുജറാത്തിലും ഉണ്ട്, മാണ്ഡവി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെയും ഗുജറാത്ത് ബൈബിൾ ട്രെയിനിങ് സെന്ററും ഉണ്ട്. പിന്നെ ഡാർജിലിംഗില് നമുക്ക് ഡാർജിലിംഗ് ബൈബിൾ ട്രെയിനിങ് സെന്റർ ഉണ്ട്. അങ്ങനെ ഈ ട്രെയിനിങ് സെന്ററും ബൈബിൾ കോളേജസും ഒക്കെ ഇവിടുന്നാണ് എൻ്റെ സപ്പോർട്ടും ഒക്കെ ചെയ്തു പോകുന്നത്. എൻ്റെ അളിയൻ പാസ്റ്റർ ഡോക്ടർ T. വത്സൻ എബ്രഹാം IPCയുടെ ജനറൽ പ്രസിഡന്റ് ആയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ചുമതല IPCയുടെ മാത്രമല്ല, ഇന്ത്യ ഗോസ്പൽ ഔട്ട്റീച്ചിന്റെയും സ്ഥാപകനും അതുപോലെ ഡയറക്ടറും പ്രസിഡന്റും എല്ലാമാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെയും ശുശ്രൂഷയിൽ ഞങ്ങളും പങ്കാളിത്തം നൽകുവാൻ ദൈവം സഹായിക്കുന്നു. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ വടക്കേന്ത്യയിലായതുകൊണ്ട് എൻ്റെ മലയാളം അത്രയും നല്ലതല്ല. എന്നാലും ദയവായി ക്ഷമിക്കുക. I'll try to do my best to speak in Malayalam only. ഇപ്പം ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾക്ക് മക്കളില്ല. മക്കളെന്ന് പറഞ്ഞാൽ ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനറിയിലെ സ്റ്റുഡൻസ് ഒക്കെയാണ്. അവരെ പരിപാലിക്കുകയും പുലർത്തുകയും അവർക്ക് വേണ്ടതായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കുകയും എൻ്റെ ഇന്ത്യൻ ആർമിയിൽ നിന്നുള്ള എക്സ്പീരിയൻസും സ്റ്റാർലൈക്ക് ടീച്ചിങ് എക്സ്പീരിയൻസും ഒക്കെ ഉള്ള സ്ഥിതിക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിക്കുക, ട്രെയിൻ ചെയ്തു വിടുക. ഹോസ്പിറ്റാലിറ്റി മാത്രം അല്ല, എല്ലാ കാര്യത്തിലും ബിബ്ലിക്കൽ സ്റ്റഡീസ് പഠിപ്പിക്കാനായിട്ടുള്ള നമ്മുടെ അധ്യാപകരൊക്കെ ഉണ്ട്. എന്നാലും വാട്ട് ഈസ് ടേബിൾ മാനേഴ്സ്, വാട്ട് ഈസ് normal human attitudes or etiquettes, and how to behave in
in a crowd, how to conduct ourselves as Christians, as believers of Christ. അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ നമുക്ക് ആ നിലയിൽ പഠിച്ചു വന്ന സ്ഥിതിക്ക് ആ രീതിയിൽ അവരെ എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുവാനും ട്രെയിൻ ചെയ്ത് കൊടുക്കുവാനും ഒക്കെ ദൈവം സഹായിക്കുന്നു. പിന്നെ പട്ടാളത്തിലായിരിക്കുന്ന സമയത്ത് ചില അച്ചടക്കങ്ങളുണ്ടല്ലോ, ഡിസിപ്ലിൻസ് ഉണ്ട്. അതെല്ലാം അവരെ മനസ്സിലാക്കി കൊടുക്കുകയും ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് സ്റ്റൈൽ എങ്ങനെ ലീഡ് ചെയ്യണമെന്ന് അവരെ നല്ലപോലെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അത് പ്രവൃത്തിയിൽ കൂടെയാണ്, വാക്കിലല്ല, പ്രവൃത്തിയിൽ കൂടെ അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ദൈവം തന്നിരിക്കുന്ന വലിയൊരു ഭാഗ്യമേറിയ ഈ അവസ്ഥയ്ക്ക് വേണ്ടി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇതിനൊരു അർഹതയില്ലാത്തവരാണ് നാം. ഞാൻ എന്നെ കാണുന്നത് ദൈവദാസന്മാരുടെ ഒരു ദാസനായിട്ടാണ്. അപ്പോൾ ദൈവദാസന്മാരെ ശുശ്രൂഷിപ്പാനും അവർക്ക് വേണ്ടി വേണ്ടതായിട്ടുള്ള ഉത്താശകൾ നൽകുവാനും അവരെ ഉത്സാഹിപ്പിക്കുവാനും അവരുടെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുവാനും അവരുടെ ഭാരത്തിൽ പങ്കുചേരുവാനും പല പല അവസരങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. എല്ലാ മഹത്വവും പുകഴ്ചയും ബഹുമാനം കർത്താവിനുണ്ടായിരിക്കട്ടെ. അത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അങ്ങ് വളരണം കർത്താവേ, ഞാൻ കുറയണം. ഇതാണ് എൻ്റെ എല്ലാ ദിവസത്തെ പ്രാർത്ഥന. ഇത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു പാഠമായി തീരട്ടെ എന്ന് ഞാൻ വളരെ എളിമയോടെ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. The Lord loves those who are humble and who love him in that sense. ആ രീതിയിൽ കർത്താവിനെ ആരാധിച്ച് ഭയന്ന് ജീവിക്കുവാണെങ്കിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുമെന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ഹൃദയശുദ്ധിയുള്ളവർ എപ്പോഴും ദൈവത്തെ കാണും ആണല്ലോ ദൈവവചനം പറയുന്നത്. സങ്കീർത്തനങ്ങൾ 73 1 വാക്യത്തിൽ തന്നെ നമ്മൾ വായിക്കുന്ന അങ്ങനെ തന്നെയാണല്ലോ. എനിക്ക് മലയാളത്തിൽ വായിക്കാൻ അറിയില്ല, എന്നാലും ഇംഗ്ലീഷിൽ അതിങ്ങനെയാണ് കാണുന്നത്. നാം Psalm 73 verse 1, which says, "Truly God is good to Israel, to such as are pure in heart." എന്നാണ് ദൈവവചനം പറയുന്നത്. Truly God is good. ദൈവം എപ്പോഴും നല്ലതാണ്. He is always good. God is good all the time. All the time God is good എന്ന് നമ്മൾ എപ്പോഴും പറഞ്ഞ് കേൾക്കാറുണ്ടല്ലോ. കർത്താവ് ഹൃദയവിശുദ്ധിയുള്ളവരോട് എപ്പോഴും തൃപ്തി കാണിക്കുന്ന ഒരു ദൈവമാണ്, സന്തോഷം കാണിക്കുന്ന ദൈവമാണ്. He is always satisfied with such people who are good. And he himself being good, he wishes and expects from us the same goodness, is all that I have to say. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു ബ്രീഫായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ തന്നേ ഉള്ളൂ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഫീൽഡില് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി ചുമതലകൾ, ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റിയുമായിട്ട് അനേക യൗവനക്കാർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് അവരെ ട്രെയിൻ ചെയ്ത് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷക്കാരന്മാരാക്കി തീർക്കുവാൻ അവരെ ട്രെയിൻ ചെയ്യുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസിനെയും ദാസിയെയും പ്രവർത്തനങ്ങളെയും ശുശ്രൂഷയുടെ അനുഭവങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, വർദ്ധിപ്പിക്കട്ടെ എന്ന് അരോമ TV-യിൽ നിന്ന് ഞങ്ങൾ അഭിനന്ദിക്കുന്നു, ആശംസിക്കുന്നു. ആകട്ടെ, മുന്നോട്ട് പോകുമ്പോൾ സാറിന്റെ മാതാപിതാക്കന്മാരെ കുറിച്ച്, സഹോദരങ്ങളെ കുറിച്ച്, ബാല്യകാലത്തെക്കുറിച്ച്, വിദ്യാഭ്യാസം തുടർന്നിങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അരോമ TV-യുടെ പ്രേക്ഷകരോടൊപ്പം കർത്താവിന്റെ ദാസന് സംസാരിക്കാം.
താങ്ക് യു പാസ്റ്റർ. അരോമ ടി വിയുടെ കൂടെ ചേർന്ന് ഇങ്ങനത്തെ ഒരു ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ദൈവം സഹായിച്ച ഈ വിലപ്പെട്ട സമയങ്ങൾക്ക് വേണ്ടി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ ജനിച്ചത് ബോംബെയിലാണ്. ഠാനെ അവിടുത്തെ ഹോസ്പിറ്റലായിരുന്നു. 1958 ജനിച്ചത്. പിന്നെ എൻ്റെ ഫാദറും മദറും, എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു, എൻ്റെ ഫാദർ ഓർഡിനൻസ് ഫാക്ടറീസിൽ ജോലിയായിരുന്നു. അങ്ങനെ ഓർഡിനൻസ് ഫാക്ടറീസ് എവിടെയൊക്കെ ഈ ദേശത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ട്രാൻസ്ഫർ ലഭിച്ച് അങ്ങനെ മൂവ് ചെയ്യുകയായിരുന്നു. അപ്പൊ ഞാൻ ജനിച്ചപ്പോൾ അംബർനാഥ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടുന്ന് പിന്നെ ഞങ്ങൾ മൂവ് ചെയ്തത് കാൺപൂരിലോട്ടായിരുന്നു. കാൺപൂരിൽ ഒരു 5-6 വർഷം കഴിഞ്ഞിട്ട് പിന്നെ 1976 ഞാൻ തൃശ്ശൂർപ്പള്ളിയിലോട്ട് ട്രാൻസ്ഫർ ആയി. എൻ്റെ ഫാദറിന്റെ ട്രാൻസ്ഫർ സംബന്ധിച്ച് എൻ്റെ മിക്കവാറും പഠിത്തമൊക്കെ തൃശ്ശൂർപ്പള്ളി തമിഴ്നാട്ടിലായിരുന്നു. അവിടുത്തെ കേന്ദ്രീയ വിദ്യാലയ അല്ലെങ്കിൽ സെൻട്രൽ സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചതൊക്കെ. 3rd സ്റ്റാൻഡേർഡ് ടു 11th സ്റ്റാൻഡേർഡ് അവിടെ പഠിച്ചു. 11th സ്റ്റാൻഡേർഡിൽ നിന്ന് പിന്നെ പരീക്ഷയൊക്കെ എഴുതിയിട്ട് ഓൾ ഇന്ത്യ ലെവലിലുള്ള നാഷണൽ ഡിഫൻസ് അക്കാഡമിക്കുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതി. അന്നത്തെ കാലത്ത് ഒരു 90,000 കോമ്പറ്റേറ്റേഴ്സ് ഉണ്ടായിരുന്നു. 90,000. അതിൽ വെറും 300 പേരെ മാത്രം അവർ സെലക്ട് ചെയ്തുള്ളൂ. അതിൽ ഒരാളായി തീരുവാൻ ദൈവം സഹായിച്ചു. ഇത് ദൈവത്തിന്റെ വലിയൊരു കരുണയാണ്. ഞാൻ ഒരു പെന്റിക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ചേർന്നെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വേറെ ആരും ഇതുവരയ്ക്കും നാഷണൽ ഡിഫൻസ് അക്കാഡമി കടക്വാസ്ല പൂനെ ഒരു പ്രസ്റ്റീജിയസ് മിലിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ അന്നത്തെ കാലത്തൊക്കെ TPM-ലായിരുന്നു ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ. അപ്പം TPM-ലുള്ള അച്ചടക്കം അത് ഞാൻ കുറെ പ്രാപിച്ചിട്ടുണ്ട്. പിന്നെ TPM-ലെ എക്സ്പീരിയൻസിൽ കൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, പാസ്റ്റേഴ്സിനെ അങ്ങേയറ്റം ബഹുമാനിക്കണമെന്നാണ്. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവദാസന്മാരുടെ ദാസനായി തീരാൻ ഒത്തത്. അങ്ങനെ മറ്റവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ ആ ട്രെയിനിങ്, ചൈൽഡ്ഹുഡിലുള്ള ട്രെയിനിങ് കിട്ടിയോണ്ടാണ്. എൻ്റെ ഫാദറും മദറും വളരെ ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു നല്ലൊരു കപ്പിളായിരുന്നു. ഇൻസിഡന്റ്ലി അവർ രണ്ടുപേരും ഒരാഴ്ച വിട്ട് ആണ് ഈ ലോകം കടന്നു പോയത്. 2004 അവർ കടന്നു പോകുന്നത്. അപ്പം അവരുടെ രണ്ടുപേരിനും വയസ്സ് 77. ആദ്യം എൻ്റെ മാതാവ് പോകുന്നു ആദ്യത്തെ ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച എൻ്റെ ഫാദറും അങ്ങ് പോകുന്നു. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് അവരെ ഒരേ കുഴിക്കകത്ത് അടക്കിയ സന്ദർഭങ്ങൾ ഞങ്ങൾ 4 മക്കള് കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ 2 സിസ്റ്റേഴ്സ് ഉണ്ട്, ഒരു ബ്രദറുമുണ്ട്. അവര് 3 പേരും ഡാലസിൽ സെറ്റിൽ ഡൗൺ ചെയ്ത അവിടുത്തെ US സിറ്റിസൺസ് ആയിരിക്കുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ എൻ്റെ ഭാര്യയുടെ കൂടെ കുമ്പനാട്ടുള്ളത്. ഇവിടെ IPCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന നിലയിൽ കുമ്പനാട്ട് അനേകരെ കാണുവാനും എല്ലാവരെയും ഓർക്കാനും ഒക്കെ ഇപ്പം പറ്റുന്നില്ല. പക്ഷേ നല്ല പരിചയങ്ങൾ ഇവിടെ വന്ന് പ്രാപിച്ചു. അങ്ങനെ 2003 ഞാൻ ഇവിടെ എത്തിച്ചേരുന്നത്. ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ മാതാവും പിതാവും കടന്നു പോകുന്നത് 2004. അങ്ങനെ ദൈവകൃപയാൽ നമ്മള് ഫാമിലി ആയിട്ട് എല്ലാവരും തന്നെ കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തു വരുന്നു. എൻ്റെ സിബ്ലിങ്സ് ആയിരിക്കുന്ന എൻ്റെ മൂത്ത സിസ്റ്ററും ഇളയ 2 പേര്, ദാറ്റ് ഈസ് മൈ യങ്ങർ സിസ്റ്റർ ആൻഡ് മൈ യങ്ങർ ബ്രദർ, അവരെല്ലാവരും ജോലിയോടൊപ്പം തന്നെ കർത്താവിന്റെ നല്ല സാക്ഷികളായി ജീവിപ്പാൻ കർത്താവ് അവരെയും സഹായിക്കുന്നു. ദൈവത്തിന്റെ വേലയും ദൈവമക്കളെയും സ്നേഹിക്കുന്നവരാണ്. അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ കൃപയാൽ നാം എല്ലാവരും തന്നെ ദൈവഭാഗത്തിൽ വന്ന് കർത്താവിന്റെ വേലയ്ക്ക് ചുമല് കൊടുത്തു വരുന്നു. അതാണ് ഒരു ബ്രീഫായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നെ കുറിച്ച്.
പിന്നെ ഞാൻ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലായിരിക്കുമ്പോൾ അവിടുത്തെ 3 വർഷത്തെ കഠിനമായ ട്രെയിനിങ്ങിൽ കൂടെ കടന്നു പോകുന്ന സമയത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാൻ ഒത്തു. അവിടെയൊക്കെ വെറും വാക്കിലല്ല, പ്രവൃത്തിയിൽ കൂടെ ദൈവവചനം പങ്കുചേരുവാൻ, പലരോട് എൻ്റെ ജീവിത വിശുദ്ധിയിൽ കൂടെ മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവം സഹായിച്ചു. പലരെ സ്വാധീനിക്കുവാൻ ഒത്തു. എല്ലാവരും എന്നെ ഫാദർ ലൂക്ക് എന്നാണ് എനിക്കൊരു നിക് നെയിം അവിടെ തന്നത്. അതിന്നും അങ്ങനെ തന്നെയാണ്. പലരെന്നെ വിളിക്കാറുണ്ട്. ചില പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോഴൊക്കെ ഫാദർ ലൂക്കിനെ ഓർക്കും. അപ്പൊ എന്നെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കാനൊക്കെ അവർ ആവശ്യപ്പെടും. പിന്നെ അങ്ങനെ 3 വർഷത്തെ കഠിനമായ ട്രെയിനിങ്ങിൽ കൂടെ കടന്നു പോകുന്ന സമയത്തൊക്കെ അവിടെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ഈ 3 വർഷത്തെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോർ ദി ആർമി, നേവി ആൻഡ് എയർഫോഴ്സ്. അവിടുന്ന് പിന്നെ സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ്ങിന് പോകുന്ന വേറൊരു വർഷത്തേക്കുള്ളത് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലാണ് ആർമിക്കാർ പോകുന്നത്. ഞാൻ ആർമിയാണ് സെലക്ട് ചെയ്തത്. അപ്പം ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെട്ട സ്ഥിതിക്ക് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെറാഡൂണിലാണ് പോയി അവിടെ ട്രെയിനിങ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ 3ഉം 1ഉം ടോട്ടൽ 4 വർഷത്തെ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഒരു കമ്മീഷൻഡ് ഓഫീസറായിട്ട് ഞങ്ങളെ കടത്തിവിടുന്നത്. ഞങ്ങളുടെ ഈ പാസിംഗ് ഔട്ട് പരേഡും അങ്ങനത്തെ ചില ഒക്കേഷൻസിലൊക്കെ കള്ളും ബ്രാൻഡിയും വിസ്കിയും ഒക്കെ ഒത്തിരി നദി പോലെ ഇങ്ങനെ ഒഴുകുന്ന സമയമാണ്. പക്ഷെ അതിലൊന്നും പങ്കെടുക്കാതെ ദൈവം എൻ്റെ സാക്ഷ്യം മെയിൻറ്റെയിൻ ചെയ്തു പോവാൻ ദൈവം സഹായിച്ചു. ഒത്തിരി പേരെന്നെ നിർബന്ധിക്കുകയുണ്ടായി. പക്ഷെ അവിടെയൊക്കെ ഞാൻ ആരാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ചോദിക്കുമ്പോൾ ഞാൻ പറയും, this body of mine is the temple of our living God, and I cannot defile it by having this intoxicated drinks. Yes, I can have soft drinks, ഒരു ഫ്രഷ് ലൈം സോഡയോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ അതാണ് ഞാൻ കുടിക്കും. അല്ലാതെ ഞാൻ മറ്റേതൊന്നും കുടിക്കാൻ താല്പര്യപ്പെടുന്നില്ലെന്ന് പല പ്രാവശ്യം എന്നെ റാഗിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒത്തിരി എന്നെ അടിച്ചിട്ടും ഒക്കെ ഉണ്ട്. ചിലക്കിട്ട് ഉപ്പ് കിട്ടിക്കിട്ടൊക്കെ നല്ലപോലെ അടിയൊക്കെ ഏറ്റ ആളാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും, നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തോ എന്ന് ഞാൻ അവരോട് ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ദൈവത്തിന്റെ കൃപയാൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നില്ല. അതിന് മുമ്പ് തന്നെ പെട്ടെന്ന് സീനിയേഴ്സ് വന്ന് എന്നെ രക്ഷിക്കുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ ദൈവകൃപയാൽ എൻ്റെ ജീവിതത്തെ മറ്റവരുടെ മുൻപിലും ദൈവം പാകെ വിശുദ്ധിയോടെ ജീവിപ്പാനായിട്ടുള്ള കൃപ ദൈവം എനിക്ക് നൽകി. മറ്റൊന്നുമല്ല, ഇത് ദൈവകൃപയാണ്. ജസ്റ്റ് ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേസ് and his grace alone that I could maintain my testimony. Because ഒരു ദിവസം വരുന്നുണ്ട്, ദൈവം ഭാഗ്യ നമുക്കെല്ലാവർക്കും നിൽക്കേണ്ട ഒരു ദിവസം വരുന്നുണ്ട്. ആ ഡേ ഓഫ് ജഡ്ജ്മെന്റിന്റെ ദിവസത്തിൽ നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയോടെ കാക്കുവാനായിട്ടാണല്ലോ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എങ്ങനെ യോസേഫ് തന്റെ ജീവിതത്തെ വിശുദ്ധിയോടെ കാത്തു, എങ്ങനെ പാപത്തിൽ നിന്ന് ഓടി മറിഞ്ഞു പോയതുപോലെ he fled from the evil of temptations. അങ്ങനെ ഈവിളായിട്ടിരിക്കുന്ന ഏത് കാര്യത്തിലും ഇടപെടാതെ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തെ കാത്ത് പരിപാലിച്ച് വിശുദ്ധിയോടെ ജീവിപ്പാനാണല്ലോ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ദൈവവചനപ്രകാരം നാം എപ്പോഴും വിശുദ്ധി പാലിച്ച് പോകണമെന്നാണ് എൻ്റെ ഒരു എളിയൊരു അഭ്യർത്ഥന. അപ്പൊ അവിടെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ അങ്ങനെ പല ഒക്കേഷൻസിൽ പല വിധത്തിലുള്ള ടെംപ്റ്റേഷൻസ് വരാമായിരുന്നു, വന്നിട്ടുമുണ്ട്.
ബ്ലൂ ഫിലിംസ് കാണാനായിട്ട് അവർ ഓർഗനൈസ് ചെയ്ത് പോകുന്ന ഒരു സന്ദർഭങ്ങളിലൊക്കെ അവിടെ ആന്റി റൂമിലും പല ചിലരുടെ റൂംസില് ക്യാബിൻ റൂംസിലൊക്കെ പല അശ്ലീലമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ കാണുവാനും ഒക്കെ പ്രായത്തിൽ പലര് അങ്ങനെ ഇടപെട്ടിട്ടുണ്ട്. അതിലൊന്നും പങ്കുചേരുവാനോ ഒന്നും ദൈവം അനുവദിച്ചിട്ടില്ല. അവിടെ എന്നെ നോക്കാനോ എൻ്റെ ജീവിതത്തെ കാണാനോ വേറെ ആരുമില്ല. എല്ലാവരും എനിക്ക് പരിചയമുള്ളവരാരും അവിടെ ഇല്ല. അവിടെ വേണമെങ്കിൽ എനിക്ക് അവരോടുകൂടെ ചേർന്ന് അങ്ങനെ അവർ ചെയ്യുന്ന പ്രവൃത്തിയിലും ഞാൻ വേണമെങ്കിൽ പങ്കെടുക്കാം. പക്ഷെ എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ടെന്ന് എനിക്ക് യാതൊരു സംശയമില്ല. ദൈവമക്കളെ, ദൈവം നമ്മളെ കാണുന്നു. നമ്മുടെ ദൈവം അങ്ങേയും എന്നെയും കാണുന്ന ദൈവമാണ്. അങ്ങേയും എന്നെയും സ്നേഹിക്കുന്ന ദൈവമാണ്. The Lord expects us to be pure for him. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകും. വിശുദ്ധിയോടെ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധി പാലിച്ച് ദൈവത്തിന്റെ സ്വഭാവത്തോട് ചേർന്ന് ദൈവ സ്വഭാവമുള്ളവരായി വിശുദ്ധിയോടെ ആയി കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും പലർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ പ്രാർത്ഥന അംഗീകരിക്കും. ഞാൻ അത് അനുഭവസ്ഥവനാണ്. പലർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇന്ത്യ പെന്റിക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡിന്റെ ജനറൽ കൺവെൻഷന്റെ സമയത്തൊക്കെ TV സ്ക്രീനിന്റെ താഴെ സ്ക്രോൾ ചെയ്തു പോകുന്ന നമ്പർ അത് എന്റേതാണ്. അങ്ങനെ 1000-10,000 ആൾക്കാർ എന്നെ വിളിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആവശ്യപ്പെടാറുണ്ട്. എത്ര തിരക്കായാലും ഞാൻ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെങ്കിൽ ഞാൻ പറയും, ഞാൻ തിരിച്ചു വിളിക്കാം, പ്രാർത്ഥിക്കാം. ഞാൻ തിരിച്ചു വിളിച്ചിരിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ പലരെന്നെ തിരിച്ചു വിളിച്ച് നന്ദി എന്ന് പറയാനുണ്ട്. കാര്യം ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകി. അതെന്റെ മിടുക്കോ കഴിവോ പ്രാപ്തിയോ ഒന്നുമല്ല ദൈവമക്കളെ, ഇത് ദൈവത്താൽ സംഭവിക്കുന്നു. കാര്യം വിശുദ്ധിയോടെ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവർക്ക് ദൈവം അത്ഭുതം ചെയ്ത് അടികളുടെ ഇളയ പ്രാർത്ഥന കേട്ട് ആ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ ആ ഭാരം നമ്മൾ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉത്തരം നൽകിയിരിക്കും. അത് യാതൊരു സംശയമില്ല. ഞാൻ അതിന്റെ അനുഭവസ്ഥനാണ്. അത് അനുഭവിച്ചു വരുന്നു. ഒരു കാര്യം എനിക്ക് ഇതിന്റെ ഇടയ്ക്ക് പറയട്ടെ. ഞാൻ പെട്ടെന്ന് അത് എന്നെ പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തുന്നോണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്ന് എന്നെ കർത്താവ് സ്വർഗത്തിലോട്ട് വിളിച്ചാൽ ഞാൻ പോയിരിക്കും. അത് സ്വർഗത്തിലോട്ട് തന്നെ ആയിരിക്കും. ഇന്ന് ഞാൻ മരിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് സ്വർഗത്തിലെ ഒരു സിറ്റിസൺ ആയിത്തീരും. ഒരു ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് മാറി ദൈവരാജ്യത്തിന്റെ സ്വർഗത്തിലെ ഒരു സിറ്റിസണായി മാറിത്തീരും ആണ് എനിക്കൊരു പൂർണ്ണമായിട്ടുള്ള ഉറപ്പ്. അങ്ങനത്തെ ഈ പ്രോഗ്രാം വിറ്റ്നസ് ചെയ്യുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഉറപ്പുണ്ടോ? അങ്ങനത്തെ ഒരു ഉറപ്പുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യും. അല്ലെങ്കിൽ ഈ സമയത്ത് താങ്കളുടെ ജീവിതത്തെ ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക, വിശുദ്ധിയോടെ ജീവിക്കുക. സങ്കീർത്തനം 73 മൊത്തം വീണ്ടും വീണ്ടും വായിച്ചു പോവുക. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കാനുണ്ട്. അത് ബൈ ഹാർട്ടായിട്ട് മനഃപ്പാഠമായിട്ട് പഠിച്ചു വന്നാൽ കൂടുതൽ നല്ലതായിരിക്കും. ഇത് നേരത്തെ ഒക്കെ ഞാൻ മനഃപ്പാഠമായിട്ട് പഠിച്ചതാണ്, ഇപ്പം മറന്നു പോകുന്നു.
എന്നാലും ദൈവത്തിന്റെ കൃപയാൽ ആ വിശുദ്ധിയോടെ ജീവിക്കാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവമക്കളെ. അങ്ങനെ എൻ്റെ ട്രെയിനിങ് ടൈമിൽ അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങളിലെ കൂടെ കടന്നു പോയത് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ എല്ലാത്തിനും സമയമില്ലല്ലോ. പക്ഷെങ്കിൽ എൻ്റെ കമാൻഡോ ട്രെയിനിങ്ങിൽ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് ഞാൻ ഇരുന്ന അത് ശരിയാകത്തില്ല. ഇത് 7 kilometers വാക്ക്, 14 kilometers വാക്ക്, അങ്ങനെ ചെയ്ത് 40 kilometers വാക്ക് വരെ പോകും. പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പുറത്തൊരു 32 kgs വെയിറ്റ് ഉള്ള ബാക്ക് പാക്കാണ്. 32 kgs എന്ന് പറഞ്ഞാൽ അത് സീൽഡ് യൂണിറ്റാണ്. അത് പൊട്ടിച്ചിട്ട് അത് സ്പ്ലിറ്റ് ചെയ്തൊന്നും അത് സെപ്പറേറ്റ് ചെയ്യാനൊന്നും നോക്കത്തില്ല. അത് സീൽഡ് ആയിട്ടുള്ളൊരു ബാഗിനകത്താണ്. ആ 32 കിലോ വഹിച്ചിരിക്കണം. അത് കൂടാതെ തോക്കിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 4.5 കിലോ ആണ്. പിന്നെ ബൂട്ട്സിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1.5 കിലോ ആണ്. അതും എല്ലാം പൊക്കി നടന്ന് ഈ 40 കിലോമീറ്റർ ചിലപ്പം നടക്കണം, ചിലപ്പോൾ ഓടണം. കവർ ചെയ്ത് 6 മണിക്കൂറിനകം ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പൊ ഇതൊരു എനിക്ക് വലിയൊരു ടെസ്റ്റായിരുന്നു. അവരെ പെട്ടെന്ന് ചെയ്യിപ്പിക്കത്തില്ല. കാര്യം ഈ ഫേസസിൽ കൂടെ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത്രയും ഫിറ്റ്നസ് വരുത്തുള്ളൂ. മാത്രമല്ല ഇത് തനിയെ ഓടി നോക്കിയാൽ നടക്കത്തുമില്ല. ഇത് ഗ്രൂപ്പായിട്ട് തന്നെ പോകണം. അതാണ് അതിന്റെ രഹസ്യം. അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്സാഹിപ്പിച്ച ഒരു ഗ്യാങ് ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. നോർമലി ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 10, 30, 32 പേര് കാണും. അപ്പൊ എല്ലാവരും ഒരുമിച്ചാണ് ഈ 40 kilometers സ്പീഡ് വാക്ക് ആൻഡ് റൺ ടെസ്റ്റ് പാസ്സാകേണ്ടത്. അപ്പൊ ഈ 6 മണിക്കൂറിനകം തീർക്കുന്ന പറഞ്ഞാൽ വലിയൊരു പാടാണ്. ഇത്രയും വെയിറ്റും പൊക്കി എല്ലാം പോകുമ്പോൾ ഡീഹൈഡ്രേറ്റഡ് ആയി പോകും. പല പ്രാവശ്യം ഒത്തിരി അങ്ങ് തളർന്നു പോകുന്ന ഒരു അവസ്ഥ ഇതൊക്കെയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവര് വഴിയിൽ വെള്ളം തരാനായിട്ടുള്ള കൗണ്ടേഴ്സ് ഉണ്ട്. പിന്നെ ഗ്ലൂക്കോസ് ഒക്കെ പെട്ടെന്ന് കഴിച്ചിട്ട് പിന്നെയും തുടർന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ പോയി ഒരു ക്ലോസ് ടു ഒരു 32 kilometers ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് തളർന്നുപോയി. എന്നെ കൊണ്ട് ഒട്ടും മേലാതായിപ്പോയി. അപ്പം എൻ്റെ കൂട്ടുകാർ ചേർന്നുള്ള ബാച്ചിലുള്ള എല്ലാവരും പറഞ്ഞു, ഫാദർ കം എന്ന് പറഞ്ഞ് ഒത്തിരി എന്നെ ഉത്സാഹിപ്പിച്ചു. എല്ലാവരും എന്നെ ഫാദർ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ എന്തോ ചെയ്യാനാ, തളർന്നു പോയിരിക്കുന്നു, ഒന്നും ചെയ്യാനൊക്കെ. വിൽ ലിഫ്റ്റ് യു അപ്പ്, വിൽ ക്യാരി യു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒട്ടും വേണ്ട, നോ വേ, അത് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു എന്നാൽ നിന്റെ തോക്ക് ഞങ്ങൾക്ക് തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതും പറ്റത്തില്ല. ഞാൻ ഓടുവാണെങ്കിൽ ഈ റേസ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ എൻ്റെ സ്വയമേ പോവാനേ താല്പര്യമുള്ളൂ ഞാൻ പറഞ്ഞു. അങ്ങനെ പോയി ഒരു 33 കിലോമീറ്റർ വരെ എങ്ങനെയോ മാനേജ് ചെയ്തു. അപ്പോഴത്തേക്ക് ഞാൻ മലന്ന് ആകാശത്തോട് നോക്കി താഴെ വീണുപോയി. അങ്ങനെ ആയിരിക്കെ ആരും എന്നെ സഹായിക്കാനില്ല. ഈ ശബ്ദങ്ങളൊക്കെ വളരെ ഫെയിന്റ് ആയിട്ട് കേൾക്കാൻ തുടങ്ങി. കാര്യം അവരൊക്കെ എൻ്റെ മുൻപിൽ അങ്ങ് പോയി. ഞാൻ തനിച്ചായി ഇരിക്കുന്ന സമയത്ത് ഞാൻ നിലവിളിച്ച് ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ കരഞ്ഞു, നിലവിളിച്ചു, അത്യുച്ചത്തിൽ വിളിച്ചു. ആരുമില്ല കേൾക്കാൻ, ദൈവവും ഞാനും മാത്രം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ശബ്ദം കേട്ടു. എന്നെ വീട്ടിൽ വിളിക്കുന്ന ജോർജി എന്നാണ്. ജോർജിയെ എൻ്റെ പിതാവ് വിളിക്കുന്ന പോലെ സ്വർഗീയ പിതാവ് എന്നെ വിളിച്ചു, ജോർജിയെ. ഞാന് ഞെട്ടി. അബോധാവസ്ഥയിലായിരിക്കുന്ന ഞാന് പെട്ടെന്ന് ഈ ശബ്ദം കേട്ട് അങ്ങ് ഞെട്ടി എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജാഗരിച്ചു.
അപ്പോഴേ ഞാൻ ആ സീൻ ഇപ്പോഴും ഓർക്കുന്നു. പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റിട്ട് പിന്നെ ഇങ്ങനെ തല ഇങ്ങനെ കുലുക്കി എല്ലാം നോക്കി. പിന്നെയും ആ ശബ്ദം, ജോർജിയെ എഴുന്നേക്ക്. എഴുന്നേക്കെന്ന് പറഞ്ഞപ്പോഴും ഞാൻ എങ്ങനെ എഴുന്നേക്കാനാ? ഈ ഭാരം ചുമന്നിരിക്കുന്ന, ഈ തളർന്നിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നപ്പോഴും ഞാൻ എങ്ങനെ എഴുന്നേക്കാനാ? അപ്പോഴ് എൻ്റെ തോളിൽ വന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്തു. ടപ്പ് 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 ഇങ്ങനെ 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്തപ്പോഴത്തേക്ക് ആ ശക്തി എവിടുന്നാ വന്നത് എനിക്കേ അറിയില്ല. പെട്ടെന്ന് എഴുന്നേറ്റ് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്തു. പിന്നെ അത് 2 സ്റ്റെപ്പായി, പിന്നെ 5 സ്റ്റെപ്പായി. അപ്പൊ ഞാൻ കാണുമ്പോൾ എൻ്റെ കൂട്ടരൊക്കെ ബാക്കി 31 പേര് എൻ്റെ മുൻപിൽ അങ്ങ് ഒത്തിരി ദൂരത്തിൽ ആണ്, കാണാനേ ഇല്ല അവരെ. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കുന്നു. ദൈവത്തിന്റെ ഈ വാഗ്ദത്തം പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നു. That is Isaiah chapter 40 verse 29 to 31. അവിടെ എഴുതുന്നത്, ഈ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഹി ഗിവ്സ് പവർ ടു ദ വീക്ക്. ഞാൻ ശരിക്കും തളർന്ന് അങ്ങ് എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയ ഒരു അവസ്ഥയിലായിരിക്കുക. ഹി ഗിവ്സ് പവർ, വലിയൊരു ശക്തിയാണ്, ഭയങ്കര ശക്തിയാണ്. ആ 3 പ്രാവശ്യം ദൈവം എന്നെ ടാപ്പ് ചെയ്തപ്പോഴത്തേക്ക് ആ പവർ വന്നത്. ഹി ഗിവ്സ് പവർ ടു ദ വീക്ക് ആൻഡ് ടു ദോസ് ഹു ഹാവ് നോ മൈറ്റ് ഹി ഇൻക്രീസസ് സ്ട്രെങ്ത്. പെട്ടെന്ന് ആ ശക്തി വരുന്ന ഇയാളെ ബലപ്പെടുത്തുന്നത്. മാത്രമല്ല, ഈവൻ ദ യൂത്ത്സ് ഷാൽ ഫെയിന്റ് ആൻഡ് ബി വെയറി ആൻഡ് ദ യങ് മെൻ ഷാൽ അട്ടർലി ഫോൾ. എൻ്റെ അവസ്ഥ, ഞാൻ ആ സമയത്ത് എൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ 21 ഏതാണ്ടായിരുന്നു. ഞാനൊരു യൗവനക്കാരനാണ്. ഈ വാക്യം ശരിക്കും എൻ്റെ ജീവിതത്തിൽ പ്രായോഗിക രീതിയിൽ അത് ഞാൻ അനുഭവിച്ചൊരു വ്യക്തിയാണ്. പിന്നെ അവിടെ വായിക്കുന്ന എന്താ? ബട്ട് ദോസ് ഹു വെയിറ്റ് ഓൺ ദ ലോർഡ്, ഞാൻ ദൈവത്തിൽ കാത്തിരുന്നു. കാത്തിരിക്കുന്ന വ്യക്തികളോട് നമ്മുടെ ദൈവം സംസാരിക്കുന്ന ഈ രീതിയിലാണ്. They shall renew their strength, they shall mount up with wings like eagles, they shall run and not be weary, they shall walk and not faint. ശരിക്കും അങ്ങനെ തന്നെ എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു. ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം നടന്നു സംഭവം. അവിടുന്ന് പതുക്കെ നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് പിന്നെ ബ്രിസ്ക് വാക്കായി മാറി. ബ്രിസ്ക് വാക്കായി കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ജോഗ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അത്രയും വെയിറ്റ് പൊക്കി, അത്രയും അനുഭവത്തിൽ കടന്ന ഒരാള് ഈ ഡീഹൈഡ്രേഷന്റെ അങ്ങേ വക്ക് വരെ എത്തിയ ആള്, ബോഡിക്കകത്ത് എല്ലാം വെള്ളം എല്ലാം മാറിപ്പോയിരിക്കുന്ന അവസ്ഥയില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ മരിച്ചുപോയ ഒരാളെന്ന് പറയാം. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ദൈവം എനിക്ക് പുതിയൊരു ശക്തി, ബലം ഒക്കെ നൽകി എന്നെ ഹൈഡ്രേറ്റ് ചെയ്ത് ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി വീണ്ടും അങ്ങോട്ട് ഓടാൻ തന്നെ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ ഒരു അത്ഭുതം അവിടെ നടന്നു. പെട്ടെന്ന് ഞാൻ ആ ദൂരെ കാണുന്ന എൻ്റെ ആ ബാച്ചിനെ ഇപ്പം കാണാൻ തുടങ്ങി. അവര് സ്ലോ സ്പീഡിൽ നടക്കുക. എന്നാലും ഞാൻ അവരുമായിട്ടൊന്ന് ക്യാച്ചപ്പ് ചെയ്യണമെങ്കിൽ ഇച്ചിരി സ്പീഡ് വേണമല്ലോ. അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തി സംഭവിച്ച് അവിടെ അവരുടെ ഒപ്പം ചേർന്ന് ചേരുവാൻ ദൈവം സഹായിച്ചു. അത്ഭുതം എന്ന് പറഞ്ഞാൽ അത്ഭുതം. ഹല്ലേലൂയ! എല്ലാ മഹത്വവും കർത്താവിന് ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങനത്തെ ഒരു വലിയൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ നടന്നു. ആ ടെസ്റ്റ് പാസ്സായി തീർന്നു. അല്ലെങ്കിൽ അതിൻ്റെ 3 ചാൻസ് അവർ തരുന്നു. അപ്പം മൊത്തം വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് ഒട്ടും മനസ്സില്ലായിരുന്നു. അങ്ങനെ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ അത് പാസ്സായി. പിന്നെ ട്രെയിനിങ് ബാക്കിയെല്ലാം സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞു. പിന്നെ ഈ ടെസ്റ്റിൽ കൂടെ കടന്നുപോയിട്ട് പാസ്സായില്ലെങ്കിൽ, ഫെയിലിയേഴ്സ് ആണെങ്കിൽ തിരിച്ചു വീട്ടിൽ പോവാം. പിന്നെ മുന്നോട്ട് പട്ടാളത്തിൽ ഇരിക്കാനോ ആർമിയിൽ ഇരിക്കാനോ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ ഞാൻ വളരെ ഡെസ്പറേറ്റ് ആയിരിക്കുന്ന സമയത്താണ് ദൈവത്തിന്റെ ഈ കരം പ്രവർത്തിച്ചത്. അതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്, എന്നെ അവിടെ തന്നെ നിലനിർത്തി കൊണ്ടുപോകുവാൻ തന്നെയാണ് കർത്താവ് എന്നെ ആക്കി വെച്ചത്. അങ്ങനെ
പല സന്ദർഭങ്ങളിൽ കൂടെ ഞാൻ കടന്നു പോകുന്ന സമയത്ത് എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇൻഫൻട്രിയിൽ തന്നെ ഞാൻ ജോയിൻ ചെയ്തു. 13 രാജ്പുത്താന റൈഫിൾസ് എന്ന് പറഞ്ഞ ആ ബറ്റാലിയനിൽ പോയി ചേർന്നു. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ സാക്ഷിയായി അവിടെ ജീവിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ അവിടുത്തെ എൻ്റെ പട്ടാള ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനിയായി, ഒരു ക്രിസ്ത്യൻ ഓഫീസറായിട്ട് തന്നെ നിൽക്കുവാൻ ദൈവം സഹായിച്ചു. പൊതുവെ അവിടെ എല്ലാവർക്കും ഒരു അഭിപ്രായം എന്താന്ന് വെച്ചാൽ, ഒരു ക്രിസ്ത്യൻ ഓഫീസർ ആണെങ്കിൽ ധാരാളമായിട്ട് കുടിക്കും. ദേ ഡ്രിങ്ക് ലൈക്ക് എ ഫിഷ് എന്നാണ് ഒരു കോട്ട് പറയുന്നത്. കാര്യം മറ്റേ വർഗത്തിലുള്ള ആൾക്കാർക്ക് അത്രയും കുടിക്കാൻ പറ്റത്തില്ല. പക്ഷേ ക്രിസ്ത്യാനികളാണെങ്കിൽ നല്ലപോലെ കുടിക്കുന്നവരാണെന്ന ഒരു ജനറൽ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ എല്ലാവർക്കും ഉള്ളത്. പക്ഷേ ഈ ഒരു മനുഷ്യനെ ദൈവം എടുത്ത് അവിടെ ഉപയോഗിച്ച് ഹൂ ഷുഡ് ബി എ ക്രിസ്ത്യൻ, ഹൗ ഷുഡ് ബി എ ക്രിസ്ത്യൻ എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ദൈവത്തിന്റെ ഒരു മകനായി, ദൈവത്തിന്റെ ഒരു പൈതലായി, കർത്താവിന്റെ ഒരു സാക്ഷിയായി, കർത്താവിന്റെ ഒരു പടയാളിയായി അവിടെ ജീവിപ്പാൻ കർത്താവിനെ സഹായിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ജീവിത വിശുദ്ധി കാത്തുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കുവാനായിട്ടുള്ള ഒരു അവസരം കർത്താവ് അവിടെ എനിക്ക് തന്നു. മാത്രമല്ല 4 ഓപ്പറേഷണൽ ഏരിയസിൽ കൂടെ കടത്തിക്കൊണ്ടുപോയി എന്നെ കർത്താവ്. അത് ജമ്മു ആൻഡ് കാശ്മീരിൽ 2 പ്രാവശ്യം, പിന്നെ പഞ്ചാബിൽ 1 പ്രാവശ്യം, പിന്നെ ശ്രീലങ്കയിൽ 1 പ്രാവശ്യം. അങ്ങനെ ഈ 4 ഓപ്പറേഷണൽ ഏരിയസിൽ കൂടെ കടത്തിവിട്ട സമയങ്ങളിലൊക്കെ സാരമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ അവരുടെ ട്രൂപ്പ് കമാൻഡറായിരുന്നു, അവരുടെ കമ്പനി കമാൻഡറായിരുന്നു. ആ സമയത്തൊക്കെ അവരൊക്കെ പറയാറുണ്ടായിരുന്നു, എൻ്റെ ഒഫീഷ്യൽ പേര് ലൂക്കോസ് ആണ്. അപ്പം ലൂക്കോസ് ആപ്കെ സാത്ത് അഗർ ഹം ജായേ തോ ഹമേ കുച്ച് നീ ഹോഗാ എന്നൊരു ചൊല്ല് അവിടെ എല്ലാവരും പറയാൻ തുടങ്ങി. കാര്യം എവിടെയൊക്കെ ഞാൻ ട്രൂപ്സിനെ കൊണ്ടുപോയിട്ടുണ്ടോ ഒരു യുദ്ധക്കളത്തിൽ, അവിടെ ഒത്തിരി വെടിയുണ്ട നമ്മുടെ സൈഡിൽ കൂടെ ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ ആർക്കും, എനിക്കോ അല്ലെങ്കിൽ എൻ്റെ ട്രൂപ്സ് അണ്ടർ മൈ കമാൻഡ്, ആർക്കും ഒരു ദോഷം ദൈവം വരുത്തിയിട്ടില്ല. മാത്രമല്ല എൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു, ഞാൻ ആരംഭത്തിൽ തന്നെ ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തോട് ഞാൻ ഇങ്ങനെ ഒരു പ്രാർത്ഥിച്ചായിരുന്നു, ദൈവമേ, ഞാൻ പട്ടാളത്തിൽ പോകാൻ താല്പര്യപ്പെടുന്നു, അങ്ങാണല്ലോ എന്നെ ആക്കിയത്, ഞാൻ പോകാം. പക്ഷെങ്കിൽ ഒരിക്കലും ഒരു വ്യക്തിയെ, ഒരു സോ കോൾഡ് കോട്ട് ആൻഡ് കോട്ട് എനിമിയെ എൻ്റെ തോക്കും കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ കീഴിലുള്ള ജനങ്ങളുടെ, എൻ്റെ ട്രൂപ്സിന്റെ തോക്കും കൊണ്ടോ ആരെയും നശിപ്പിക്കാനോ കൊല്ലുവാനോ ഇടവരുത്തല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഡ്യൂട്ടി, കോൾ ഓഫ് ദി ആർ, ആസ് പെർ ആർ കോൾ ഓഫ് ദി ഡ്യൂട്ടി, ഒരാളിനെ വെടി അടിച്ച് കൊല്ലേണ്ട ആവശ്യം വന്നാൽ അത് ചെയ്തേ പറ്റത്തുള്ളൂ. ഓർഡേഴ്സ് ആർ ഓർഡേഴ്സ്, ഓർഡേഴ്സ് ഒബേ ചെയ്തേ പറ്റത്തുള്ളൂ. ഇല്ല ഞാൻ ക്രിസ്ത്യാനിയാ, ഞാൻ പെന്റക്കോസ്റ്റലാ എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ബിക്കോസ് ഓർഡേഴ്സ് ആർ ഓർഡേഴ്സ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ യൂണിഫോം ഇട്ടിരിക്കുന്നത്. അങ്ങനെ ദൈവകൃപയാൽ അങ്ങനത്തെ ഒരു സന്ദർഭം ദൈവം ഒരിക്കൽ പോലും ഒരുക്കിയില്ല. അങ്ങനെ ദൈവകൃപയാൽ ശത്രുവിനെ കൊല്ലാനോ ശത്രുവിന്റെ വെടി ഏറ്റ് നമ്മൾ മരണപ്പെടുവാനോ ഒന്നും ദൈവം സഹായിച്ചില്ല. എല്ലായിടത്തും ദൈവം എന്നെയും എൻ്റെ കൂട്ടുകാരെയും എൻ്റെ കീഴിലുള്ള ജോലിക്കാരെയും എല്ലാവരെയും രക്ഷിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ശരിക്കും എൻ്റെ ഒരു അനുഭവത്തിൽ കൂടെ പറയട്ടെ. ഒരിക്കൽ ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിൽ ഈലം LTTയുടെ അവിടെ മുല്യവലൈ പോസ്റ്റിൽ ആയിരിക്കുന്ന സമയത്ത്, ശ്രീലങ്കയില് വാവുണ്യ ജംഗലിന്റെ അടുത്തായിട്ട് വരും മുല്യവലൈ പോസ്റ്റ്. അവിടെ ആ പോസ്റ്റ് കമാൻഡർ ആയിരിക്കുന്ന സമയത്ത് ട്രൂപ്സിനെ കൊണ്ട് ഞാൻ വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ എതിരായി പെട്ടെന്ന് ഫയറിംഗ് നടന്നു. ആദ്യത്തെ അനുഭവമാണ് എൻ്റെ. അപ്പൊ ഞാൻ
ധരിച്ചു ഇതോ ഏതാണ്ടൊക്കെ ആ ഒരു വെടി ദൂരെങ്ങാണ്ടായിരിക്കും എന്നൊക്കെ ചിന്തിച്ചു പോവുക. പക്ഷേ എൻ്റെ പുറയിലിരിക്കുന്ന ഒരു ഹവൽദാർ പറഞ്ഞു, കേക്കറെ സാവ്, എന്നെ ശരിക്കും വഴക്ക് പറഞ്ഞു. ആ ഹറിയാനവി ഭാഷയിൽ പറഞ്ഞു, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത് സാറേ? നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് പ്രിയമല്ലേ? ഉടനെ ഗ്രൗണ്ടിലോട്ട് പോയിക്കോ, ടേക്ക് പൊസിഷൻ എന്ന് പറഞ്ഞു പുള്ളി. ഞാൻ പുള്ളിയെ കമാൻഡ് ചെയ്യേണ്ട ആളാ, പുള്ളി എന്നെ കമാൻഡ് ചെയ്യുന്ന ആ സമയത്ത്. ബിക്കോസ് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫയറിങ് വരുന്നത്. ഞാൻ ഭയന്നു പോയി ശരിക്കും പറഞ്ഞ. എന്താന്ന് വെച്ചാൽ ആർമി ഓഫീസറൊക്കെയാ, ട്രൂപ്പ് കമാൻഡറാ, ആദ്യത്തെ എക്സ്പീരിയൻസ് കൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പം പേടിച്ചു പോകുമല്ലോ. സ്വാഭാവികമായിട്ട് നമ്മൾ മനുഷ്യരല്ലേ. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാനൊരു ക്യാപ്റ്റൻ ആണെന്ന്. ആ സമയത്ത് ഞാൻ ക്യാപ്റ്റനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് മേജർ പ്രൊമോഷനൊക്കെ വന്നത്. പെട്ടെന്ന് ഐ ഗോട്ട് ഹോൾഡ് ഓഫ് മൈസെൽഫ് ആൻഡ് ഷുക്ക് മൈസെൽഫ് ഓഫ് ഫ്രം ദാറ്റ് കൈൻഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മൈസെൽഫ് ആസ് എ കവേർഡ്. അങ്ങനെ ദൈവം ആ സമയത്ത് ഒരു ബ്രേവ് സോൾജറായിട്ട് മാറി തീരുവാൻ ദൈവം സഹായിച്ചു. പെട്ടെന്ന് കൺട്രോൾ കൊണ്ടുവന്നു, ഫയറിംഗ് സ്റ്റോപ്പ് ചെയ്യാനായിട്ടൊക്കെ പറഞ്ഞു. അങ്ങനെ കമാൻഡും കൊടുത്ത പിന്നെ കാര്യങ്ങൾ ക്രമീകരിക്കുവാനൊക്കെ ദൈവം സഹായിച്ചു. ചുരുക്കി പറഞ്ഞാൽ ആ ഇൻസിഡന്റിൽ ആർക്കും ഒരു ദോഷം വരാതെ എൻ്റെ സൈഡിൽ കൂടെ ഈ വെടിയുണ്ട ഇങ്ങനെ പറന്നു പോകുന്നത് ഞാൻ കേട്ടിട്ട്, എന്ന് പറഞ്ഞ വെടിയുണ്ട അടുത്തിൽ കൂടെ, എൻ്റെ തൊട്ടടുത്ത് കൂടെ പോകുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ഒരു മില്ലിമീറ്ററോ ഒരു 2 മില്ലിമീറ്റർ തിരിച്ച് എൻ്റെ ശരീരത്തോട്ട് വന്നായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ സാക്ഷ്യം പറയത്തില്ലായിരുന്നേനെ. പക്ഷേങ്കിൽ ദൈവകൃപയാൽ അങ്ങനെ ഒന്നും സംഭവിക്കാതെ ദൈവം എന്നെ സഹായിച്ചു, എൻ്റെ ട്രൂപ്സിനെയും സഹായിച്ചു. ആർക്കും ഒരു ദോഷം ദൈവം വരുത്തിയില്ല. എത്ര വെടിയുണ്ട അവിടെ ഫയറിംഗ് നടന്നു കാണുമെന്ന് നമുക്ക് അനുമാനിക്കാം. ഏതാണ്ട് ഒരു 10-20,000 ബുള്ളറ്റ്സ് അവിടെ ഫയർ ആയി കാണും, നമ്മുടെ സൈഡിൽ നിന്നും അപ്പുറത്തു നിന്നും ഒക്കെ. എന്നാലും 2 സൈഡിലും ആർക്കും ഒരു ദോഷം വരാതെ ദൈവം സൂക്ഷിച്ചു. അത് ഒറ്റൊരു കാരണം, എൻ്റെ ഈ എളിയവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അത് ദൈവം എന്നെ മാത്രമല്ല ആ സമൂഹത്തെ ദൈവം സൂക്ഷിച്ചു, പരിപാലിച്ചു. ആർക്കും ജീവൻ നഷ്ടം വന്നില്ലെന്ന് പറയാം. അങ്ങനെ ദൈവം എന്നെ സൂക്ഷിച്ചത് ഒരു വലിയൊരു സാക്ഷ്യം തന്നെയാണ്. അങ്ങനെ പല അവസരങ്ങളിൽ കൂടെ കർത്താവിനെ കടത്തിക്കൊണ്ടുപോയ സമയങ്ങളിലൊക്കെ ദൈവ സാന്നിധ്യം ശരിക്കും രുചിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അത്രയും ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കൂട്ടത്തില് അതേ തുടർന്ന് വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. അവിടുത്തെ ഒരു വിശേഷ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്. മുല്ലദ്വീപ് എന്ന് പറഞ്ഞ ആ സ്ഥലത്താണല്ലോ ഈ മുല്യവലൈ പോസ്റ്റ്. അപ്പം ആ മുല്യവലൈ പോസ്റ്റിലായിരിക്കുന്ന സമയത്ത് എനിക്ക് ഓർഡേഴ്സ് കിട്ടി. ഇപ്പോൾ ബറ്റാലിയൻ കമാൻഡറുടെ ഓർഡർ കിട്ടി, ഇങ്ങനെ ഇന്ന സമയത്ത് നിങ്ങളുടെ ഈ പോസ്റ്റിൽ നിന്ന് ഇത്രയും പേര് ഒരു LTT മിലിറ്റൻസിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഇടത്ത് പോയി ആംബുഷ് സെറ്റപ്പ് ചെയ്ത് അത് ചെയ്തിരിക്കണം എന്നുള്ളൊരു ശക്തമായ ഒരു ഓർഡർ. അപ്പൊ അത് ലംഘിക്കാനോ നോക്കത്തില്ലല്ലോ സാധാരണ രീതിയിൽ. അങ്ങനെ ഞാൻ എൻ്റെ ട്രൂപ്സിനെ ഒക്കെ വാൺ ചെയ്ത് എല്ലാം ബ്രീഫിംഗ് ഒക്കെ കഴിഞ്ഞ് മാപ്പിലെല്ലാം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്ത് എല്ലാ വെപ്പൺസ് ആൻഡ് അമ്യൂണിഷൻസ് ഒക്കെ എല്ലാം സ്റ്റോക്ക് ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഒരു 12 മണിയൊക്കെ ആയി കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ ഇറങ്ങുന്ന പോസ്റ്റിൽ നിന്ന്. അങ്ങനെ ഒരു ഏതാണ്ടൊരു 3-3:30 ആയപ്പോഴത്തേക്ക് പോസ്റ്റിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ടുള്ള എല്ലാ ഒരുക്കത്തോടെ ആയിരിക്കുന്ന സമയത്താണ് ഈ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ 4 ചുറ്റിലും ബാരിക്കേഡിംഗ് ഒക്കെ ചെയ്ത് വലിയ സാൻഡ് ബാഗ്സ് ഒക്കെ ഇട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശത്രു എത്ര നോക്കിയാലും പറ്റത്തില്ല. കാര്യം അത് വലിയ ഉയർന്നിരിക്കുന്ന ഒരു 5-8 അടി ഉയർച്ചയിലുള്ള ഒരു ഫോർട്രസ് പോലെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്തോട്ട് കയറി വരാൻ അത്രയും ഈസി ഒന്നും അല്ല.
മാത്രമല്ല അതിന്റെ 4 കോണിലും നടുക്കുമൊക്കെ നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇനി എവിടുന്ന് ഏത് ദിശയിൽ നിന്നും ഫയറിംഗ് വന്നാൽ അവരെ എതിർക്കാനായിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങും ശക്തിയും പവറും നമുക്കുണ്ട്. പെട്ടെന്ന് ഞങ്ങൾ പോസ്റ്റിൽ നിന്ന് വെളിയിൽ ഇറങ്ങേണ്ട ഒരു സമയമാവുന്നു. ഇന്ത്യൻ ആർമിയിലുള്ള ഒരു വിശേഷത എന്ന് പറഞ്ഞാൽ ലീഡേഴ്സ് മുൻപിൽ കൂടെയാണ് ലീഡ് ചെയ്യുന്നത്. മറ്റേ പട്ടാളങ്ങൾ നമ്മുടെ അയൽവക്ക രാജ്യങ്ങളിലുള്ള പട്ടാളങ്ങളെ പോലും ഒന്നുമല്ല. നമ്മൾ നമ്പർ 1 അല്ലെങ്കിൽ നമ്പർ 2 ആയിരിക്കും ഒരു ഓഫീസർ. അങ്ങനെ ഞാൻ നമ്പർ 3 സ്ഥാനം എടുത്ത് അവരെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടാണ് ആഗ്രഹിച്ചു പോകുന്നത്. അങ്ങനെ ആയിരിക്കെ ആ പോസ്റ്റിൽ നിന്ന് ഇങ്ങനെ ആദ്യത്തെ ആള് ഇറങ്ങുന്നു. പെട്ടെന്ന് മെയിൻ എൻട്രൻസിന്റെ അവിടെ സെക്യൂരിറ്റി ഗാർഡ് ഒരു വിസിലടിച്ച് വോൺ ചെയ്തു നിർത്താൻ. അപ്പൊ ഞാൻ സർപ്രൈസായി. കുഴപ്പമില്ല, എന്താണ് വിഷയം എന്ന് മനസ്സിലാക്കി. ചുരുക്കി പറഞ്ഞ ഒരു ചെറിയൊരു പയ്യൻ, ഒരു ബാലകൻ, ഏതാണ്ട് ഒരു 8 വയസ്സോ 9 വയസ്സുള്ള ഒരു ബാലകനായിരിക്കാം. തമിഴിലാണ് പുള്ളി സംസാരിക്കുന്നത് എന്നോട്. അപ്പൊ എനിക്ക് തമിഴ് അറിയാം. അപ്പം പുള്ളി പറഞ്ഞു, സാർ 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 അങ്ങെ പോവാതിങ്ക, അങ്ങ് LTT കാരങ്ങ ഇരിക്കാങ്ക എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം LTT കാരൊക്കെ അവിടെ ഉണ്ട്, ആ ദിശയിൽ നിങ്ങൾ പോകല്ലേ എന്നാ പറഞ്ഞു. ഞാൻ അതിശയിച്ചു പോയി. മറ്റേ ആർക്കും എൻ്റെ കൂടെയുള്ള ട്രിപ്സ് ഒക്കെ ഹിന്ദിക്കാരാണ്, ഞാൻ മാത്രമേ ഉള്ളൂ തമിഴ് സംസാരിക്കുന്നതാണ്. മലയാളം, തമിഴും, ഹിന്ദിയും ഇംഗ്ലീഷും ഇതൊക്കെ എനിക്കറിയാം. അപ്പൊ അങ്ങനെ ഈ പുള്ളിയോട് നമ്മള് വേറെ ഭാഷയിലൊന്നും സംസാരിച്ചാൽ ആർക്കും മനസ്സിലാകില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നീ എവിടുന്ന് വരിക? അതെല്ലാം പേസ് കൂടാതെ അതൊന്നും നിങ്ങൾ സംസാരിക്കണ്ട, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കാം, നിങ്ങൾ ഉടനെ അങ്ങോട്ട് പോകല്ലേ. ഞാൻ പറഞ്ഞു, നീ എവിടുന്നാ വരുന്ന, പേരെന്താ? പേരും പറയത്തില്ല. എവിടുന്നാ വരുന്നെന്നും ചോദിച്ചിട്ടും പുള്ളി പറയത്തില്ല. പുള്ളി പറയുന്നത് മാത്രം ഞങ്ങൾ കേട്ട് അനുസരിച്ചോണമെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കെ ഞാൻ അത് വളരെ ഒരു വിചിത്രമായിട്ട് തോന്നി എനിക്ക്. എന്നാലും പുള്ളി പറയുന്നത് ശരിയായിരിക്കും എന്നുള്ളൊരു പ്രേരണ ദൈവം എനിക്ക് തോന്നിപ്പിച്ചു. ഉടനെ ഞാൻ ട്രിപ്സിനെ സ്റ്റോപ്പ് ചെയ്തു. ആദ്യത്തെ ആള് വെളിയിൽ പോയായിരുന്നു, അദ്ദേഹത്തെ തിരിച്ച് വിളിച്ചു വരുത്തി. പെട്ടെന്ന് നമ്മുടെ റൂട്ട് മാറ്റി ഒരു ദിശയിൽ കൂടെ പോകേണ്ട സ്ഥലത്തിൽ വേറൊരു ദിശയിൽ കൂടെ നമ്മൾ പോകാൻ ടാസ്ക് ഏതായാലും ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം ആ ദിശയിൽ കൂടെ പോയി സേഫായിട്ട് ഡെസ്റ്റിനേഷനിലെത്തി. ആംബുഷ് ലേ ചെയ്തു. ഒരു സംഭവം നടന്നില്ല. എല്ലാവരും സുരക്ഷിതത്തോടെ നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു മടങ്ങി. ഒരു 7 മണി, രാവിലെ 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തിരിച്ചു വന്നു. പിന്നീടാ മനസ്സിലാകുന്നത്, ആ ഞങ്ങൾ പോണ്ടിയ വഴി കൂടെ ഒരു ആംബുഷ് LTT-കാര് അവിടെ വെച്ചിരിക്കുകയായിരുന്നു. ആ ദിശയിൽ കൂടെ പോവുമായിരുന്നെങ്കിൽ നമ്മൾ മൊത്തം തന്നെ അവർ നശിപ്പിച്ചു കളഞ്ഞു. ദൈവകൃപയാൽ ആ റൂട്ടിൽ കൂടെ പോകാതെ ദൈവം നമ്മളെ സൂക്ഷിച്ചു, പരിപാലിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം അത്രയും അത് അങ്ങനെ നടക്കട്ടെ. പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ഈ ഇത്രയും പറഞ്ഞ് ഞങ്ങൾ ആക്ഷൻ എടുത്ത് പോയപ്പോൾ പിന്നെ ഞാൻ അവിടെ തന്നെ നമ്മൾ പോകാൻ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, അവനെ ഒന്ന് വിളിച്ചേ, ഞാൻ ഇന്ന് കാണട്ടെ, എന്താ വിശദമായിട്ട് സംസാരിക്കട്ടെ, പിന്നെ കാണാമെന്നൊക്കെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു. പക്ഷെങ്കിൽ എല്ലാവരും തപ്പി. പോസ്റ്റിനകത്ത് എല്ലാ സെക്യൂരിറ്റിയും ഗാർഡ്സും എല്ലാവരും ചെക്ക് ചെയ്തു, ആളിനെ കാണാനില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ ബാലകൻ വേറെ ആരുമല്ലായിരുന്നു, ദൈവദൂതൻ വന്ന് ഇയാളെ സഹായിച്ചതാണെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ആ ഒരു ധൈര്യത്തോടെ ഉറപ്പോടെയാണ് നമ്മൾ പിന്നെ നമ്മുടെ മുന്നോട്ടുള്ള ആ മാർച്ച് തുടങ്ങിയത്. അപ്പം പറഞ്ഞു വരുന്നത്, ദൈവം നമ്മുടെ ഓരോ സ്റ്റെപ്പിനെ എണ്ണുന്ന ദൈവമാണ്. നമ്മളെ ആ രീതിയിൽ പരിപാലിക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ തലയിലുള്ള ഓരോ തലമുടി എണ്ണി വെക്കുന്നവരും കാണുമോ? ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അറിയാമോ? അതൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാമോ? ഇല്ല, നമുക്ക് ആർക്കും അറിയില്ല. എന്നാലും ദൈവവചനം പറയുന്നത് നമ്മുടെ തലയിലുള്ള ഓരോ മുടിയും എണ്ണി വെക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം.
എത്രയും പരിപാലിക്കുന്ന ഒരു ദൈവം വേറെ എവിടെ കിട്ടും? ദൈവമക്കളെ, അങ്ങനത്തെ ഒരു ദൈവത്തെ സേവിച്ചാൽ എത്ര ഗുണമുണ്ടെന്ന് ഞാൻ പറയട്ടെ. ഞാൻ അനുഭവസ്ഥനാണ്. ഞാൻ അനുഭവിച്ചു വരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളോട് ഇത്രയേ ഉള്ളൂ എനിക്ക് ആഹ്വാനം പറയാനുള്ളത്. ഒരു ആഹ്വാനം ആയിട്ട് തന്നെ അറിയിച്ചോട്ടെ. ഈ ലോക ജീവിതം താൽക്കാലികമാണ്. ഈ ലോകത്തിലുള്ള ഇൻപങ്ങളും നേട്ടങ്ങളും പൊസിഷൻസും കസേരയും അതും ഇതും ഒക്കെ താൽക്കാലികം. അതിനൊരു വിലയില്ല. ദൈവമക്കൾക്ക് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ വിശുദ്ധി പാലിച്ച് ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച് ദൈവരാജ്യത്തിന്റെ അവകാശികളായി സിറ്റിസൻസായി ജീവിക്കുന്ന ഒരു രീതി നമുക്ക് ഒരു ഡേ ടു ഡേ ജീവിതമായി തീരട്ടെ. നമ്മുടെ വിശുദ്ധി പാലിച്ച് കർത്താവിന്റെ നല്ല പടയാളികളായി. ഞാൻ ഇന്ത്യൻ ആർമിയിലെ ഒരു പടയാളിയായിരുന്നു. ഇപ്പം ദൈവരാജ്യത്തിന്റെ ഒരു പടയാളിയായിട്ട് ജീവിച്ചു വരുന്നു. ഐ ആം എ സോൾജർ ഓഫ് ക്രൈസ്റ്റ്. ഇന്ത്യൻ പട്ടാളത്തിൽ പഠിപ്പിച്ച അനേക കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാനും പ്രായോഗികത്തിലാക്കി എടുക്കുവാനും ആ അച്ചടക്കത്തോടെ ജീവിപ്പാനും ഒക്കെ ദൈവം സഹായിക്കുന്നു. എനിക്ക് യൗവനക്കാരോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. യൗവനത്തിലുള്ള പ്രലോഭനങ്ങളും അട്രാക്ഷൻസും ഒക്കെ ഞാൻ പറഞ്ഞതുപോലെ താൽക്കാലികമാണ്. നമ്മളെ നശിപ്പിക്കുന്നതാണ്. ഒരു ഗുണവും അതിൽ നിന്ന് വരുന്നില്ല. വി ക്യാൻ നോട്ട് ഹാവ് ടു മാസ്റ്റേഴ്സ്. Either you save and serve the Lord who has saved you from utter destruction. ദൈവം നിങ്ങളെ രക്ഷിച്ചത് ഒരു വലിയൊരു പാതാളത്തിൽ നിന്ന്, ഒരു വലിയൊരു അബദ്ധത്തിൽ നിന്ന്, ഒരു വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ചത് എന്തിനാണ്? കർത്താവിന് വേണ്ടി ജീവിപ്പാനും കർത്താവിന് വേണ്ടി നിലനിൽക്കുവാനും സ്വർഗരാജ്യത്തിൽ പോയി ധൈര്യത്തോടെ ആ സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ വരിക, എൻ്റെ മകനെ, ഞാൻ നിന്നെ അംഗീകരിച്ചിരിക്കുന്നു എന്ന വാക്ക് കേൾക്കാനാണല്ലോ. വെൽ ഡൺ മൈ ഗുഡ് സെർവന്റ്, യു ബി ഓൺ ടു ദിസ് റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞ് വിളിച്ച നിങ്ങളെ ഒരു സൈഡിലോട്ട് മാറ്റിവെക്കും. ആ ഒരു നിർണായകമായ ഒരു ജഡ്ജ്മെന്റ് ഡേ വരുന്നുണ്ട്. ആ നിർണായകമായ ആ ജഡ്ജ്മെന്റ് ഡേയിൽ നമ്മൾ കാണപ്പെടാതെ പോകാനോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാനോ അനുവദിക്കല്ലേ. പ്രത്യേകിച്ച് യൗവനക്കാരനോട് ഇത്രയും പറയാനുള്ളൂ എനിക്ക്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ നല്ല സാക്ഷികളായി ജീവിപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രലോഭനങ്ങളൊക്കെ വരുമ്പോൾ ചിന്തിച്ചു കൊള്ളുക, ഇത് കഴിഞ്ഞിട്ടും ഒരു ദിവസമുണ്ട്. ആ പ്രലോഭനത്തിൽ പെട്ടുപോയി വീണുപോയി കഴിഞ്ഞാൽ പിന്നെ ചാൻസ് ദൈവം തരും, ശരിയാ. ബൈ ഹിസ് ഗ്രേസ് ഹി വിൽ ഗിവ് യു അനദർ ചാൻസ്. പക്ഷെ അതിന്റെ അഡ്വാൻറ്റേജ് എടുത്തിട്ട് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് അതേ പാവം പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പോയാൽ ഒരു രക്ഷയില്ല മകനെ, ഒരു രക്ഷയില്ല മകളെ. ദൈവം നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു. സോ ഡോണ്ട് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഹിസ് ഗ്രേസ്. ഡോണ്ട് ജസ്റ്റ് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാന്റഡ് ദാറ്റ് ഹി വിൽ ഫോർഗിവ് യു. ഡോണ്ട്, പ്ലീസ് ഡോണ്ട്. ബിക്കോസ് കർത്താവ് ഒരു പരിധിവരെ നമ്മളെ ക്ഷമിക്കും. സ്നേഹിക്കുന്ന ദൈവമാണ്. ഓരോ പ്രാവശ്യം ഒരു പാപത്തിൽ പെട്ടുപോയാൽ അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് ഇപ്പം നമുക്ക് മനസ്സിലാകുന്നില്ല. അത് പിന്നീടേ മനസ്സിലാക്കും. അതുകൊണ്ട് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ എളിവന്റെ അഭ്യർത്ഥന നിങ്ങൾ ദയവ് ചെയ്ത് കേൾക്കുക. അത് നിങ്ങൾക്ക് പ്രയോജനകരമായി തീരുമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. And I pray that God would save you from falling into temptations time and again, that he would grant you the favor and the strength to say no, a big no to the evil one. അങ്ങനത്തെ ചില ടെംപ്റ്റേഷൻസ് വരുമ്പോൾ ദൈവത്തിൻ്റെ മകനും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകളായി ജീവിപ്പാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. And all that is possible not by the flesh, but by the power of the Holy Spirit. So I would encourage you to be anointed by the Holy Spirit
and speak in tongues. On many occasions, ഞാൻ ഇങ്ങനെ പ്രലോഭനങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ I have spoken in tongues and rebuked the evil one. അങ്ങനെ ടങ്സിൽ കൂടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ് അന്യഭാഷ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ പിശാചിനോട് നോ എന്ന് പറഞ്ഞ് അവനെ ഫൽസിച്ച് ഓടി പറയുക. Then he will flee from you. Resist the devil and he will flee from you. അപ്പോൾ ഒരു റെസിസ്റ്റൻസ് സ്റ്റേജ് ഉണ്ട്. ആ റെസിസ്റ്റൻസ് സ്റ്റേജ് പാസ്സായാൽ മാത്രമേ നമുക്ക് ദൈവം വിജയം നൽകത്തുള്ളൂ. അപ്പം ആ ഒരു ക്ഷണങ്ങൾ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ക്ഷണങ്ങളിൽ ദൈവത്തിന്റെ ശക്തിയെ നമ്മൾ വിളിച്ചപേക്ഷിക്കുകയാണ്. We are calling upon God's favor upon us for his strength to overcome that situation. It's not so easy. It's not so easy. പക്ഷെങ്കിൽ ആ സ്റ്റേജിൽ കൂടെ നമ്മൾ കടന്നുപോയി ജയാളികളായി തീർന്ന പിന്നെ ഈജിപ്തിന്റെ പ്രൈം മിനിസ്റ്ററായി തീരാൻ തന്നെ ദൈവം നമ്മളെ സഹായിക്കും. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ ശക്തമായ കൃപയാൽ മാത്രമാണ് ജോസഫ് കർത്താവിന് വേണ്ടി ഒരു നല്ല ഒരു പടനായി, നല്ലൊരു വിക്ടോറിയസ് ആയ ഒരു പ്രൈം മിനിസ്റ്ററായി തീർന്നത്. ഫറോവിന്റെ നേരെ താഴെ വർക്ക് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അങ്ങനത്തെ ഒരു ടെംപ്റ്റേഷനിൽ കൂടെ കടന്നുപോയ ആ വ്യക്തിയെ ദൈവം സഹായിച്ചെങ്കിൽ അതേ ദൈവം താങ്കൾക്കും എനിക്കും അതേ തന്നെ. അങ്ങനത്തെ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ദൈവം നമ്മളെ ഈ ലോകത്തിൽ ആക്കി വെച്ചിരിക്കുന്ന പാപത്തെ ജയിക്കുവാനും മറ്റവരെയും പാപത്തിൽ നിന്ന് രക്ഷിപ്പിക്കുവാനും ആണ് ആക്കി വെച്ചിരിക്കുന്നത്. അത് ഒരിക്കലും മറക്കല്ലേ പ്രിയമുള്ളവരെ. അങ്ങനെ ആയാൽ ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. ഏത് ബുദ്ധിമുട്ടായാലും, പ്രലോഭനങ്ങൾ മാത്രമല്ല, ഏത് ക്രൈസിസ് മൊമെന്റ് ആയാലും നിലവിളിച്ച് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അനേക ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു എളിയവനാണ് ഞാൻ. അവർക്കൊക്കെ ദൈവം മുക്തി കൊടുത്തു, പൂർണ്ണ സൗഖ്യം കൊടുത്തു. അതെങ്ങനെ സംഭവിക്കുന്നു? ദൈവത്തിന്റെ കൃപയാൽ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. നമ്മുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല, മെഡിക്കൽ സയൻസ് അല്ല, ഡോക്ടേഴ്സ് അല്ല, മരുന്നല്ല. ദൈവത്തിന്റെ കരം അവിടെ പ്രവർത്തിച്ചാൽ അത് ചലിക്കുകയും ചെയ്യും, അത് പൂർണ്ണതയിൽ എത്തിച്ചേരും. You want to see not a half-baked answer. You want to see a perfect answer, 100% answered. Any questions that still prevail in your mind, ask the Lord to grant you success with 100% marks, and God will definitely bless you and guide you. That's all I have to say. God bless you. Have a very blessed year ahead and blessed years ahead for the Lord's glory. And I thank Pastor Daniel John for giving me this opportunity for speaking in Aroma TV. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും ഞാൻ അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു സർക്കാരിൻ്റെ പാഠശാലയിലൂടെ പട്ടാളത്തിൽ ജോയിൻ ചെയ്യുവാൻ തക്കവണ്ണം പടിപടിയായി പോയ ആ രംഗങ്ങൾ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. ഒരു ചെറിയ അനുഭവമല്ല. ആർമിയിലെ അല്ലെങ്കിൽ മിലിറ്ററിയിലെ ട്രെയിനിങ് എന്ന് പറയുന്നത് അത് ചിന്തിക്കുന്നതിനപ്പുറമാണ്. അത് ജയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവിടെ പ്രൊമോഷനുള്ളൂ, അല്ലെങ്കിൽ പ്രവേശനമുള്ളൂ, മുന്നോട്ടുള്ള ഒരു ഒരു പൊസിഷനിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അവിടെ പരാജയപ്പെട്ടാൽ പിന്നെ അവിടെ രണ്ടാമതൊരു ചാൻസ് അവിടെ ഇല്ല. അപ്പോ അവിടെ ശരിക്കും ഉള്ള ആ ഒരു ട്രെയിനിങ് ഈ ലോകത്ത് ഒരു ഭടനായി തീരണമെങ്കിൽ, ഒരു ആർമിയിൽ അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരനായി തീരണമെങ്കിൽ
ഒരു വാറില് അപ്പിയർ ചെയ്യണമെങ്കിൽ നല്ല ട്രെയിൻഡ് ആയിരിക്കണം, നല്ല ട്രെയിൻഡ് ആയിരിക്കണം. ട്രെയിൻഡ് അല്ലാത്ത ആള് അവിടെ പോയാൽ ആ രാജ്യത്തിന് തന്നെ അത് ഷെയിമാണ്. നമ്മുടെ ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും അത് ഷെയിമാണ്. അതുകൊണ്ട് അവിടെ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ അങ്ങോട്ട് എടുക്കുകയുള്ളൂ. പരമാവധി അവർ നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ കഴിവുകളെ അവര് പ്രയോജനപ്പെടുത്തി അത് ആ രാജ്യത്തിന്റെ സേവനത്തിന് വേണ്ടി അവര് ഉപയോഗിക്കുവാനിടയായിത്തീരും. കർത്താവിന്റെ ദാസൻ പ്രിയ ലൂക്കസ് സാറിന്റെ ജീവിതത്തില് അങ്ങനെയുള്ള ചില അനുഭവങ്ങളിലൂടെ കയറി ഇറങ്ങി ഒരുപാട് കഷ്ടതകള് എന്ന് വേണം പറയാൻ. ആ കഷ്ടതകളൊക്കെ പിന്നത്തേതില് അത് നല്ല ഓർമ്മകളായി മാറുവാൻ്റെ കൂടെയായിട്ട് ഞാൻ ശ്രദ്ധിച്ച് കേട്ടപ്പോൾ എനിക്കും വിഷമം തോന്നി. 40 കിലോമീറ്റർ 32 കിലോ ബാക്ക് പാക്കുമായിട്ട് 6 മണിക്കൂറിനുള്ളിൽ കവർ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ. അത് വലിയ വേദനാജനകമായ ഒരു അനുഭവമാണ്. ആ യാത്രയില് ഒരു ഘട്ടത്തിൽ 21 വയസ്സുള്ള ആ ഒരു ചെറുപ്പക്കാരൻ വഴിമധ്യത്തിൽ ക്ഷീണിച്ച് മുന്നോട്ട് നടക്കുവാൻ കഴിയാതെ, ഒറ്റയ്ക്ക് നമ്മൾ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാം, കുഴപ്പമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ നടന്നു. പക്ഷെ 32 kg അത് മാത്രമല്ല ബൂട്ട്സ് ഉണ്ട്, തോക്കുണ്ട്, അതെല്ലാം കൂടെ ചേർത്ത് നോക്കുമ്പോൾ ഈസിലി ഒരു 35-36 കിലോ കാണും. ഓൾമോസ്റ്റ് നമ്മുടെ വെയിറ്റിന്റെ അത്രയും ഉണ്ട്. വെയിറ്റുമായിട്ടുള്ള യാത്രയാ. ഓക്കെ. അപ്പൊ ഈ യാത്രയെന്ന് പറയുന്നത് വളരെ ദുർഘടമായ ആ ഒരു അനുഭവം. പക്ഷെ ആ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരും എൻകറേജ് ചെയ്തു. പക്ഷെ അവർക്ക് മുന്നോട്ട് പോയെങ്കിലേ പറ്റൂ. ഒരാൾക്ക് വേണ്ടി അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരാൾക്ക് അവർ പരമാവധി അവർ എൻകറേജ് ചെയ്തു, അവർ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർക്ക് മുന്നോട്ട് പോയേ പറ്റൂ. ഒരു സമയമായപ്പോൾ അവരെല്ലാം വിട്ടേച്ച് പോയി. ഒറ്റയ്ക്കായി ആരുമില്ല. അവിടെ അബോധാവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് കേൾക്കുന്ന ആ ദൈവശബ്ദം അതാണ് ഏറ്റവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ഒരു ബ്ലെസ്സിങ് ആണ്. ആ ഒരു ശബ്ദം തോളിൽ തട്ടിയിട്ട് പേര് ചൊല്ലി വിളിച്ച് എഴുന്നേപ്പിച്ച് വിടുക. നമ്മൾ കുടിച്ച ഗ്ലൂക്കോസിന്റെ എനർജി അല്ല, നമ്മൾ കുടിച്ച വെള്ളത്തിന്റെ എനർജി അല്ല, നമ്മളെ തട്ടി എഴുന്നേപ്പിച്ച് പേര് വിളിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ നമ്മളെ പറഞ്ഞു വിടുക. അതാണ് ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ തളർന്നു പോകും, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകനെ പോലെ ചിറകടിച്ച് കയറും. നമ്മൾ ക്ഷീണിച്ചു പോയി. പക്ഷെ ആ ദൈവശക്തി ശരീരത്തിലേക്ക് പകർന്നു തന്ന് എഴുന്നേപ്പിച്ച് തട്ടി ഉണർത്തി നമ്മളെ മുന്നോട്ട് വിട്ട ആ ദൈവ സ്നേഹം ഇന്നും ആ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് വേണ്ടി ആ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ക്ഷീണിച്ചു പോയാൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കും, എന്നെ സഹായിക്കാൻ ആരുമില്ല, കൂട്ടുകാരില്ല, നാട്ടുകാരില്ല, വീട്ടുകാരില്ല, ആരുമില്ല. പ്രിയമുള്ളവരെ, നമ്മളെ സഹായിക്കാൻ ആരുമില്ലാത്തപ്പോഴാണ് ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. നമ്മുടെ കർത്താവ് അപ്പോഴാണ് നമ്മുടെ പേര് ചൊല്ലി വിളിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ തോളിൽ തട്ടിയിട്ട് നമ്മൾ എഴുന്നേറ്റ് പോയി മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്നത്. ഏലിയാവിന്റെ കാര്യമൊക്കെ നമുക്കറിയാം. മരിക്കുവാൻ വേണ്ടി ചുരച്ചയുടെ ചവിട്ടിൽ കിടക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതനെ അയച്ച് ചെവിയുടെ ഭാഗത്ത് വന്നു നിന്ന് സംസാരിച്ചു, തട്ടി ഉണർത്തി എഴുന്നേപ്പിച്ച് തിന്നുവാനും കുടിക്കുവാനും കൊടുത്തിട്ട് ക്ഷീണിതനായിരിക്കുന്ന ഏലിയാവ് എഴുന്നേറ്റ് കഴിച്ച് ബലപ്പെട്ട് മുന്നോട്ട് പോവുക. ഞാൻ പലപ്പോഴും ആ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആദ്യം കരീത് തോട്ടിലാണ് ഇരുന്നത്. അവിടെ കാക്കയെ അയച്ചിട്ടാണ് ശുശ്രൂഷ ചെയ്തതെങ്കിൽ അല്പ ദിവസം കഴിഞ്ഞപ്പോൾ സരാഭാത്തിലെ വിധവയുടെ അടുക്കലേക്ക് വിടും. അവിടെയും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അടുത്തത് ദൈവീയ ഇടപെടൽ എന്ന് പറയുന്നത് ദൈവദൂതനെ അയച്ചിട്ടുള്ളതായ ദൈവീയ ഇടപെടൽ. ദൈവം നേരിട്ടുള്ള ഇടപെടൽ. അതിന് അറ്റ് ദ ലാസ്റ്റ് ദൈവം നേരിട്ടുള്ള ഇടപെടൽ. ദൈവം സ്വർഗത്തിലേക്ക് ഏലിയാവിനെ എടുത്തു കൊള്ളപ്പെടുവാനിടയായി. അപ്പൊ ജീവിതത്തിൽ കാക്കയിൽ നിന്നും വിധവയിൽ നിന്നും ദൂതനിൽ നിന്നും ദൈവത്തിന്റെ അടുക്കിലേക്ക് പടിപടിയായി നമ്മളെ കൊണ്ടുപോകുന്ന ആ ഒരു സ്റ്റെപ്സ്
നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് അവസരങ്ങൾ തരുമ്പോൾ നമ്മൾ അതിനെ തട്ടി മാറ്റരുത്. നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തണം. പ്രിയ ലൂക്ക് സാറിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല ഓർമ്മകൾ കേൾക്കാൻ കഴിഞ്ഞത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആ ഒരു ഫീൽഡിൽ നിന്ന് പിന്മാറാതെ മുന്നേ പോയവരുടെ കൂടെ കൊണ്ടെത്തിക്കുവാൻ ആ കാലുകൾക്ക് കർത്താവ് ബലമേകി ആ പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് താൻ വിന്നറാകുവാൻ തക്കവണ്ണുടിയായി തീർന്നു. പിന്നത്തേതിൽ പ്രൊമോഷൻ 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 മുന്നോട്ടുള്ളതായ ഒരുപാട് അനുഭവങ്ങൾ. ഒരു ഘട്ടത്തിൽ ഞാൻ ശ്രദ്ധിച്ചു, വെടിയുണ്ടകൾ, ബുള്ളറ്റുകൾ ഇങ്ങനെ ചീറിപ്പോകുമ്പോഴും ഒരു മില്ലിമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അതൊരു പക്ഷേ നമ്മുടെ ശരീരത്തിലെ കൊണ്ട് മരണം സംഭവിക്കാം. അത് ശരിക്കും പറഞ്ഞ പാസ്റ്ററെ, ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ്. ദൈവം തന്റെ ദൂതന്മാരെ ഇവിടെ മുൻപിൽ ആക്കി വെച്ചിട്ട് ഓരോ ബുള്ളറ്റിനെ ഇങ്ങനെ തടയുമായിരുന്നു കൈ കൊണ്ട്. ആ തടഞ്ഞ ഡിഫ്ലക്റ്റഡ് ആയിട്ട് ബുള്ളറ്റ് ആണ് എന്ന് പോകുന്നത് ഞങ്ങളുടെ സൈഡിൽ കൂടെ. അതെ അതെ അതെ. അപ്പം ദൈവത്തിന്റെ ദൂതന്മാരെ നമ്മളെ രക്ഷിക്കാൻ മുൻപിൽ അയക്കുകയാണ്. നമ്മുടെ മുൻപിലും പിൻപിലും സൈഡിലും എല്ലായിടത്തും ദൈവദൂതന്മാരുണ്ട് എപ്പോഴും. അതുപോലെ ആ തമിഴ് സംസാരിച്ച ആ ഒരു സഹോദരനെ പറ്റി പറഞ്ഞു. അത് ശരിക്കും അത് ദൈവീയ ഇടപെടൽ തന്നെയാ. അവിടെ ഒരു മനുഷ്യൻ സാധാരണഗതിയിൽ അവിടെ ഒരാൾ വരാൻ സാധ്യതയില്ലാത്ത പകലിൽ വരാൻ ഭയപ്പെടും, രാത്രിയിൽ എവിടെ. അതെ അതെ അതെ, സ്തോത്രം. എനിവേ, കർത്താവ് അത്ഭുതകരമായ ആ ഒരു ലൈഫ് തന്നു. ഇപ്പോൾ റിട്ടയർമെന്റ് ലൈഫ് നയിക്കുന്നു. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ആമേൻ. ഒരു ഘട്ടത്തിൽ മാനുഷിക സേവനത്തിലായിരുന്നു എങ്കിൽ ഇന്ന് ദൈവരാജ്യത്തിന്റെ ആ സേവകനായിട്ട് കർത്താവിന്റെ വേലയിൽ, ആ ഒരു പോർക്കളത്തിൽ, ആ ഒരു ആർമിയില്, കർത്താവിന്റെ സൈന്യത്തില് ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയുവാനിടയായി തീർന്നതിൽ അനേക പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുവാൻ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. കർത്താവ് സഹായിക്കട്ടെ. സൗഖ്യം, ആരോഗ്യം, ദീർഘായുസും ഏറെ കൃപകളും അനുഗ്രഹങ്ങളും അവസരങ്ങളും കർത്താവ് തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരെ, തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ ക്ഷീണിച്ചു പോയി എന്ന് തോന്നുന്നുവോ? കൈവിട്ടപ്പെട്ടു പോയെന്ന് ആരും സഹായിക്കാനില്ല. ഞങ്ങൾ ഒറ്റയ്ക്കാണ്. തളർന്നിരിക്കുന്ന അവസ്ഥകൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. നിങ്ങൾ തളർന്നു പോയിട്ടില്ല, നിങ്ങൾ ക്ഷീണിച്ചു പോയിട്ടില്ല. കർത്താവിന് നിങ്ങളോട് കൂടെ ഇരിക്കുവാൻ, നിങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ, നിങ്ങളുടെ കരം പിടിക്കുവാൻ, നിങ്ങളുടെ തോളിൽ തട്ടുവാൻ കർത്താവിനുള്ള അവസരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആകയാൽ ഏൽപ്പിച്ചു കൊടുക്കൂ. കർത്താവ് നിങ്ങളോട് സംസാരിക്കും. കർത്താവ് നിങ്ങളോട് സംസാരിക്കും. കർത്താവിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കൂ, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ തളർന്നു പോകും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകനെ പോലെ ചിറകടിച്ചിരയും. പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവത്തിനായി കാത്തിരിക്കും, ദൈവത്തിനായി ആഗ്രഹിക്കും, ദൈവശബ്ദം കേൾക്കുന്നതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കും. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമർപ്പണ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റു പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പ്രിയ ആമേൻ കേണൽ സാറ് ആമേൻ അരോമറ്റിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കും. സ്തോത്രം കർത്താവേ, സ്തോത്രം. സ്വർഗീയ നല്ല പിതാവേ, സ്നേഹമേരി ദൈവമേ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടിയങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പോടെ ഈ രീതിയിൽ കൂടുവാനും പ്രാർത്ഥിപ്പാനും പല കാര്യങ്ങൾ സംസാരിക്കുവാനും പല നല്ല നല്ല ഓർമ്മകളൊക്കെ ധ്യാനിപ്പാനും ഒക്കെ ദൈവം സഹായിച്ചല്ലോ. ദൈവവചനപ്രകാരം ജീവിപ്പാനായിട്ടുള്ള ശക്തിയും ബലവും കൃപയും അടിയങ്ങൾക്ക് നൽകുമാറാകണമേ. ദൈവത്തിന്റെ പരിശുദ്ധമായ ഒരു വലിയൊരു സമൂഹം തന്നെ നമ്മളെ ആക്കി തീർക്കുമാറാകണമേ. കർത്താവെ, വ്യക്തിപരമായിട്ട് നമുക്ക് പല ആവശ്യങ്ങൾ ഉണ്ടായിരിക്കാം. വ്യക്തിപരമായിട്ട് പലർക്ക് പല രോഗത്തിൽ നിന്നൊക്കെ വിടുതൽ ആവശ്യപ്പെടുന്നതായിരിക്കാം. എന്നാലും കർത്താവെ, നമ്മളൊരു വലിയൊരു സമൂഹമായി മാറി ഒരു ആർമി ഓഫ് ഗോഡ് ആയി തീർന്ന് ദൈവത്തിന്റെ ഒരു പടയാളികളുടെ ഒരു വലിയൊരു സമൂഹമായി തീർന്ന് കർത്താവിന്റെ വേല ചെയ്യുവാൻ അടികളെ സഹായിക്കുമാറാകണമേ. നമ്മളെല്ലാവരും എപ്പോഴും ഫിസിക്കലി, മെന്റലി, സ്പിരിച്വലി, ഇമോഷണലി എല്ലാ വിധത്തിലും ഫിറ്റ് ആയിരിക്കാൻ ദൈവം സഹായിക്കണമേ.
ഒരിക്കലും തളർന്നു പോകാതെ നമ്മുടെ സ്വന്തമായിട്ടുള്ള ബാറ്റിൽസിൽ നിന്നെല്ലാം പെട്ടുപോയി താഴെ വീണു പോകാതെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒറ്റക്കെട്ടായി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി തീരുവാൻ ദൈവം സഹായിക്കണം. അങ്ങനെ കർത്താവെ, ഈ അരോമ ടിവിയിലുള്ള എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യൗവനക്കാരായാലും മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായാലും പ്രായത്തിലും ക്ഷീണത്തിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് തൊട്ട് ആശീർവദിക്കുമാറാകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിൽ കൂടെ കർത്താവെ, അവിടെ ആണിപ്പഴുക്കരം നീട്ടി ഓരോരുത്തരെ തൊട്ട് ആശീർവദിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി കർത്താവെ പ്രവർത്തിപ്പാൻ സഹായിക്കുമാറാകണമേ. ദൈവത്തെ എപ്പോഴും ഓർത്ത് ജീവിപ്പാൻ അങ്ങയുടെ വിശുദ്ധമായ ഒരു ജനക്കൂട്ടത്തെ കർത്താവ് കൂട്ടിവരുത്തി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി തീരുവാൻ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിലായിരിക്കുന്ന യൗവനക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെ കർത്താവ് തൊട്ട് ആശീർവദിച്ച് make them a huge potential storehouse of energy and power of God. ഈ യൗവനക്കാരിലുള്ള ശക്തിയും ബലവും ഒക്കെ കർത്താവ് കൊടുക്കുന്നപ്പുറം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി തീരുവാൻ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി വിശുദ്ധിയെ പാലിച്ച് ജീവിക്കുന്നവരായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ. ദാനിയേലിനെ കർത്താവ് യൗവനപ്രായത്തിൽ തെരഞ്ഞെടുത്തു. യോസേഫിനെ അതേപോലെ യൗവനപ്രായത്തിൽ തെരഞ്ഞെടുത്തു. അങ്ങനെ പല പല യൗവനക്കാരുടെ കഥകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ബൈബിൾ വായിക്കുന്ന പ്രകാരം ഈ സമൂഹത്തിൽ കർത്താവിന് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന ഒരു വലിയൊരു ജനക്കൂട്ടമായി an army of God ആയി തീർന്ന് കർത്താവിന്റെ വേല ചെയ്യുവാൻ പ്രിയപ്പെട്ടവരെ സഹായിക്കുമാറാകട്ടെ. ഇങ്ങനത്തെ ഒരു നല്ല സമയത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും തൊട്ട് ആശീർവദിക്കണമേ. സകലവും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ നന്ദി കർത്താവിന്റെ ദാസൻ പ്രിയ സാറ്. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മകളും അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസനുടേതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. ഇന്ത്യൻ ആർമിയിൽ നിന്ന് കർത്താവിന്റെ ആർമിയിൽ ചേർന്ന് ഇനിയും ഏറെ ആമേനെ പ്രയോജനപ്പെടുവാൻ മുന്നോട്ട് യാത്രയിൽ കർത്താവിന്റെ ദാസനെ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം ഏറെ അനുഗ്രഹമായി തീർന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവനാമം മഹിമപ്പെടുവാൻ്റെ കൂടിയായിത്തീരും. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. God bless you all. Amen. God bless Aroma TV and Pastor Daniel John. Thank you, sir. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com